തൃശൂർ വിയ്യൂർ ജില്ലാ ജയിലിൽ കുഴഞ്ഞു വീണ് ചികിത്സയിലായിരുന്ന റിമാൻഡ് പ്രതി മരിച്ച സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണകാരണം പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ് തലയിൽ രക്തസ്രാവം ഉണ്ടായതിനാലെന്ന റിപ്പോർട്ടിൽ പറയുന്നു. രേഷ് ബാബുവിന്റെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു. കഴിഞ്ഞ 26-ന് ജയിലിൽ കുഴഞ്ഞു വീണ ചിറ്റിശ്ശേരി സ്വദേശി രേഷ് ബാബു ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 18-നാണ് ആന്റണി ജിസ്റ്റോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, ഇപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തുവന്ന സാഹചര്യത്തിൽ സൂചിപ്പിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇപ്പോഴാണ് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. അത് പ്രകാരം ശരീരത്തിൻ്റെ പുറകിൽ 2 മുറിവുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്ന ഒരു കാര്യം. ഏതായാലും മർദ്ദനമേറ്റല്ല ഈ മരണം എന്നുള്ളതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. പ്ലേറ്റ്ലെറ്റ് ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതാണ് മരണകാരണം എന്നുള്ളതാണ് പ്രധാനമായും ഇതിലെ ഒരു കാര്യമെന്ന് പറയുന്നത്. മുഖത്തെ പാടുകൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിനെ തുടർന്നാണ് ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം. തലയിലെ ഞരമ്പ് മുറിഞ്ഞതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായി എന്നാണ് നിഗമനം. ഏതായാലും ഈ രേഷ് ബാബുവിൻ്റെ ആന്തരിക അവയവങ്ങൾ ഇപ്പോൾ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പുറകിൽ 2 മുറിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് മർദ്ദനത്തിലൂടെയാണോ ഉണ്ടായത് എന്നുള്ള കാര്യവും ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്ന ഘട്ടത്തിലും ഈ കാര്യത്തിൽ കുടുംബം ആരോപിക്കുന്നത് ഈ ജയിലിൽ ഏറ്റ മർദ്ദനമാണ് ഈ രേഷ് ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ഈ മുഖത്ത് മർദ്ദനമേറ്റ പോലെയുള്ള പാടുകളുണ്ട് എന്നുള്ള കാര്യം ഈ പിതാവ് നേരത്തെ തന്നെ ആരോപിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഏതായാലും കുടുംബം ഈ കസ്റ്റഡി മർദ്ദനമാണ് എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ ഡിവൈഎഫ്ഐയുടെ അടക്കം നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം തൃശ്ശൂരിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ CPIഎമ്മും ഇക്കാര്യത്തിൽ സമഗ്രമായൊരു അന്വേഷണം വേണമെന്നൊരു ആവശ്യവും ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ 50% മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് ഈ രേഷ് ബാബു എന്നുള്ള അത് തെളിയിക്കുന്ന രേഖകളും പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ രേഷ് ബാബുവിൻ്റെ മരണം അത് മർദ്ദനമല്ല, മറിച്ച് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതാണ് എന്നുള്ളതാണ് പറയുന്നത്. മുഖത്തെ പാടുകൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിനെ തുടർന്നാണ്, ഈ മുഖത്ത് പാടുകളാണ് ഈ മർദ്ദനത്തിന് കാരണമായി പറഞ്ഞിരുന്നത്. ഇത് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിനെ തുടർന്നാണ് ഉണ്ടായത് എന്നുള്ളൊരു നിഗമനവും കൂടിയുണ്ട്. അതേസമയം ശരീരത്തിൻ്റെ പുറകിൽ 2 മുറിവുകളുണ്ട്. ഇത് മർദ്ദനത്തിലൂടെയാണോ ഉണ്ടായതെന്ന് കാര്യവും പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തലയിലെ ഞരമ്പ് മുറിഞ്ഞതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായി എന്നുള്ളൊരു നിഗമനവും കൂടി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ആന്റണി ജിസ്റ്റോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.